ഷർട്ട് കേടുന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ഇട്ട് ആകും. ഹായ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. എല്ലാരും മനസ്സിലാകും. അപ്പൊ നമുക്കിത് കൊറേ ആൾക്കാരുണ്ട് വിരുന്നുകാര്. പക്ഷെ സിദ്ധേച്ചി പോവുകയാണ്. പിന്നെ അമ്മ ഉണ്ടിട്ട് ഉള്ളില്. അമ്മക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുഴപ്പം നാളെ അമ്മ പോവുകയാണ്. ലാസ്റ്റത്തെ റേഡിയേഷനാണ്. നാളെ അല്ല ചൊവ്വാഴ്ചയാണ്. ഇനി നാളെ പോവും. കഴിഞ്ഞാൽ എന്താ പറയാ അറിയില്ല. ഇനി ചിലപ്പോ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആവും. ചിലപ്പോ ഡേറ്റ് കൊടുക്കും ചെക്കപ്പിന്റെ ദിവസത്തിന്. അപ്പൊ നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ നമ്മളെ കുടുംബത്തില്. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല. സിന്ധേച്ചിക്കൊക്കെ പിന്നെ പോവാതിരിക്കാൻ പറ്റൂല. ആരും പോവാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അപ്പടേട്ടൻ കൊണ്ടുപോകാൻ വന്നതാണ്. അമ്മേന്റെ ആങ്ങളേന്റെ പേരക്കുട്ടിന്റെ കല്യാണം രാമനാട്ടുകര. അപ്പൊ നമ്മള് ഫോണിലൂടെ കാണാനേ പറ്റുള്ളൂ. എന്താണ് ടോർച്ച് അടിക്കുന്നത്? ചുറ്റൊരു ഹായ് കൊടുത്ത്. ഹായ് കൊടുക്ക്. അപ്പൊ നമ്മളെ തറവാട്ടിലെ ചെറിയമ്മേന്റെ ചെറിയ മകളും കുട്ടികളും വന്നതാണ്. വെക്കേഷൻ അല്ലേ. ഇനി ഒരാളും കൂടി വരാനുണ്ട്. നാളെ വരുമോ? അപ്പൊ നമുക്ക് കുറച്ച് ദിവസം ആളായിട്ടോ. ഞങ്ങളെങ്ങോട്ടും പോകൂല. ഞങ്ങളുടെ അടുത്തേക്ക് എല്ലാരും ഇങ്ങോട്ടും വരും. കുറച്ച് കഴിഞ്ഞാ പോവാലോ. പിന്നെ സിന്ധേച്ചി പോയിട്ടാണ് ഭയങ്കര സങ്കടം ഉണ്ടാവും. ഇത്രയും ദിവസം എടുത്തുണ്ടായിട്ട് ഇങ്ങനെ ഒറ്റപ്പെടലാവും. എല്ലാം കൊണ്ടും ഒരു താങ്ങാണ്. പോയി കഴിഞ്ഞാല് ആ നെടങ്ങേറ് മുഴുവനും എന്നും കിട്ടൂലല്ലോ ആരെയും. പിന്നെ വെച്ചാല് എന്നത് കല്യാണം ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ ഇന്ന് പോലെ നാളെ പോലെ ഒരു ദിവസം കൂടി ഏറെ കിട്ടിയിരുന്നു. അപ്പൊ ഇനി പോവല്ലാതെ പോണ്ട കുറച്ചായിട്ടേ പറഞ്ഞിങ്ങനെ നിർത്തിയതാ. സ്പെഷ്യൽ അറിയാനൊന്നുമില്ല. കുക്കിംഗ് അല്ല, ഇന്ന് കുക്കിംഗ് ഇല്ല. ഇന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അമ്മയ്ക്കുള്ള സ്പെഷ്യൽ നമ്മൾ ഇന്നലെ തന്നെ ഉണ്ടാക്കി. നീച്ചിരുന്നു. ഇപ്പൊ വെറുതെ കണക്കേട്ടോ, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇപ്പൊ കുറച്ച് ക്ഷീണുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇന്ന് ടിക്കറ്റ് എടുത്തത് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് കൺഫേം ആയില്ല നാളെ പോകാനുള്ളത്. എന്നിട്ട് നമ്മള് പുതിയത് പോയെടുത്തു. പ്രീമിയം തൽക്കാലം നമ്മ അതിന് പറയാ. പ്രീമിയം തൽക്കാലം പറഞ്ഞിട്ട് ഒരാൾക്ക് 825 റുപ്യ വെച്ചിട്ടുണ്ട്. മറ്റേത് അവിടുന്ന് ഫ്രീ ചെയ്യുന്നു. ഒരാൾക്ക് കൊടുത്ത് മാത്രം 100 റുപ്യ എടുത്ത്. എന്റെ ഞാൻ മാറ്റില്ല. അതേപോലെ തന്നെ 1202. അപ്പൊ അങ്ങനെ 2 പ്രാവശ്യം നിലമ്പൂര് പോകേണ്ടത് പോയി ഇപ്പൊ വന്നിട്ടുള്ളൂ. ഫുള്ള് ഓട്ടം. പിന്നെ ഒരു വണ്ടൂര് അത് ക്ഷീണിച്ച് നമുക്ക് വീടൊക്കെ എടുക്കാൻ നേരം വൈകിട്ട്. അപ്പൊ അമ്മ ഇപ്പൊ കരയും തോന്നാണ്. ചേച്ചി പോകാണ്. അപ്പൊ ആഴ്ച കരേണ്ടി വരില്ല അമ്മ. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചു വരും. അപ്പൊ എന്താ പറഞ്ഞ സർപ്രൈസ് അല്ലേ? ഇത് സർപ്രൈസ് ആണ് നമുക്ക്. സിന്ധേച്ചി പോട്ടെട്ടോ. സിന്ധേച്ചി പോയിട്ട് നമുക്ക് സർപ്രൈസ് കാണിക്കാം. കുറെ കാലമായി ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കണേ അല്ലേ അമ്മ? എന്താ അമ്മ പറയണേ? അമ്മ നല്ല സ്ഥലം തൊപ്പിച്ച വളരെ പഴയതാണ്. മുട്ട അടിച്ചിട്ടാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ മുടി കൊഴിയാൻ കുറച്ച് പോയിട്ടുള്ളൂ. അല്ല പോയിട്ടില്ല. നിങ്ങളത് എല്ലായിടത്തും പോയത് നിങ്ങളത് പോയില്ല. ഇപ്പൊ കറുത്ത മുടിയാ കാണുന്നത്. വെളുത്ത മുടി കാണാനല്ല. ഇപ്പൊ എന്റെ മുടിയാണ് അടിച്ചു വരുമ്പോഴൊക്കെ കിട്ടണേ. സിന്ധേച്ചനൊക്കെ പറഞ്ഞേക്ക്. എന്നിട്ട് നമുക്ക് കാണിക്കല്ലേ. നടക്ക്. പോയോ? കഴിഞ്ഞോ? ഇവിടെ ഒന്നും പറയില്ല. എന്നാണ് പാട്ടിടാൻ പോയതാ. ഇപ്പൊ ഇവിടെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട് മടിയിട്ടോ. കുറവായിട്ട് പോളെ കാണിക്കണില്ല അല്ലേ? ആദ്യം കണ്ടിരുന്നു കേട്ടോ വീഡിയോയില്.
പിന്നെ വരവ് കുറവാണ്, കാരണം തിരൂരല്ലേ, കുട്ടികൾക്ക് വെക്കേഷൻ ആകുമ്പോ മാത്രമേ വരാൻ പറ്റുള്ളൂ. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോ വരാനും പോരൊന്നും പറ്റൂല. ഇപ്പൊ ഓണത്തിനൊന്നല്ലേ പോളി നമുക്ക് ഡെയിലി വിളിക്കൂട്ടോ. അമ്മേനെ കാണാൻ കൂടുതൽ ഇത് ഓൾക്കാണ്. വിളിക്കും, വീഡിയോ കോൾ ചെയ്യും. അല്ല ഒരാളതാക്കി പറയല്ലോ കുഞ്ഞത്തേന്, ഇങ്ങനെ പറയാ കൂടുതലായിട്ട് കുഞ്ഞത്തിനാണ് ഉള്ള കാര്യം നമ്മള് സത്യം നമ്മള് മൊബൈലിൽ കൂടെ അല്ലേതും പറയലുണ്ട്, വീഡിയോ കൂടെ. അപ്പൊ പറഞ്ഞു മാത്രം ഇതിണ്ട് വേറെ ആളെ നമ്മള് ഇതാക്കി പറയല്ലോ. അമ്മേനെ ചോദിക്കുന്നുണ്ട് അവിടെ എടുത്തുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞത്തിന് കൂടുതൽ ടെൻഷനാണ്. ഇവിടെ ടെൻഷൻ മാറി പറഞ്ഞു അടുത്ത വെള്ളിയാഴ്ച. അപ്പൊ സിജി അളിയന്റെ ഒരു സർപ്രൈസും കൂടി നമ്മള് വരുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കേട്ടോ. അതൊരു സർപ്രൈസ് ആണ്. അതുണ്ട്, വരുന്നുണ്ട് അളിയന്മാരുടെ വക. എല്ലാരും സിന്ധേച്ചി കരഞ്ഞ പോണോട്ടെ, കരഞ്ഞ പോണത് പോകാൻ നോക്കട്ടെ. അല്ല അമ്മക്ക് വെള്ളം കലക്കി കൊണ്ട് നിങ്ങൾ കൊണ്ടുപോകും. ഒരേ മാതിരിയാണല്ലോ ചേച്ചി, എല്ലാരും ഒരേ മാതിരി. അപ്പൊ കുഞ്ഞത്തും കുഞ്ഞത്തും സിന്ധേച്ചി ഒരേപോലെയാണ്. വൈറ്റ് വൈറ്റ് ആയിട്ട് ഞങ്ങളൊക്കെ കറുത്തിട്ട് ഒരു 2 ആള് മാത്രം വെളുത്തിട്ട്. വണ്ടിയുടെ പള്ളിന്റെ വണ്ടിയിട്ട് അവിടെ എന്താണ് എന്താ തൂക്കത്ര പുറത്തുള്ള ആളല്ലല്ലോ അപ്പുട്ടേട്ടൻ, നമ്മളെ ആളന്നെയല്ലേ. കൂട്ടേട്ട നമ്മളെ ആളല്ലേ. അപ്പൊ ഞാൻ അടുത്ത ബുധനാഴ്ച വരും. അടുത്ത ബുധനാഴ്ച വരുള്ളൂ. വരില്ലേ അടുത്ത ബുധനാഴ്ച? പാല് അപ്പൂസിന് പാലുടി തുടങ്ങി. പോയിക്കോട്ടെ, അവിടെ ഇരുന്നോ, പോണില്ല. ചിന്തന്റെ പോണ കാണില്ല, ഫോണില് കളിച്ചിരിക്കുക. അപ്പൂസ് വരാന്ന് പറ, വരാന്ന് പറ. എന്താ വണ്ടി ചാട്ടാണല്ലോ, ഇത് വണ്ടി ചാട്ടാണല്ലോ. ഏതാ ഞാൻ വിളിക്കാട്ടോ, ഇവിടെ പോരണെങ്കി ഞാൻ വിളിക്കാം. ഞാൻ പോരണെങ്കി ഞാൻ വിളിക്കാം. ഇജും കയറിയുണ്ടോ സിജ്? പോയി കോട്ടെ കുറച്ചുള്ളൂ, 10-15 കിലോമീറ്റർ ഉള്ളു, അതുകൊണ്ട് വേഗം എത്തും. പോയി അപ്പൊ ഇനി നമുക്ക് നമ്മളെ സർപ്രൈസ് കാണിക്കാം. സർപ്രൈസ് ഉണ്ട്. അപ്പൊ എന്താ പറയണത്, എന്താ കാണിക്കാൻ പോണത് നമ്മള്, എന്താ നമ്മള് കാണിക്കാൻ പോണത്? ഇന്നലെ കല്യാണത്തിന്റെ കാര്യം കുറച്ച് പറഞ്ഞു. പിന്നെ നമ്മള് കല്യാണ സാരി കാണിക്കാണ്. ആരും കണ്ടിട്ടില്ലല്ലോ കല്യാണ ഷർട്ട് കേടുന്നിട്ട് ഞാൻ അപ്പൊ തന്നെ ഇട്ട് ആകെ കൊളാക്കിയിട്ടുണ്ട്. ഇനി കല്യാണ സാരി വെക്കാം അല്ലേ? അതിൽ പോണേ ഫ്രണ്ടുകള് അവിടെ ഞാൻ വരാം. ഇപ്പൊ മുന്നെന്താ കാണിക്കണേ? മുന്നെന്താ വെക്കുന്ന അവിടുന്ന്
സാരിയുടെ സാരി കുറച്ച് നേരത്തെ നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ നമ്മളെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സിന്ധേച്ചി കല്യാണത്തിന് സാരി എടുക്കാൻ പോയപ്പോ എടുത്തത് ഓർമ്മയുള്ളൂ. പിന്നെ സിന്ധേച്ചിക്ക് ഒന്നും ഓർമ്മല്ല. എവിടേക്കാ പറയാ ഇതിലേതായിരിക്കും കല്യാണ സാരി? അമ്മ ഇതിലേതാവും കല്യാണ സാരി? അമ്മ അറിയില്ല. അമ്മേന്റെ സെലക്ട് ചെയ്ത ആണോ? കല്യാണ സാരി അമ്മേനെ. പശയ്ക്കുള്ള സാരികളൊക്കെ ആകെ ഇത്ര സാരി ഉള്ളൂ കേട്ടോ. പിന്നെ വെച്ചാല് സാരി വല്ലാതെ ഉടുക്കൂല, അത് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആകെ 5 സാരി ഉള്ളൂ. ഇതൊക്കെ ഒന്ന് കാണിക്കാൻ തന്നെ എന്തായാലും പ്രധാന കാരണം സിന്ധേച്ചിക്ക് സാരി എടുത്തപ്പോ വരുമ്പോ ഒന്നും എടുക്കും, പോകുമ്പോ വേറെ ഒന്നും എടുക്കുക. അപ്പൊ നമ്മള് കല്യാണ സാരി മാത്രം ഒന്ന് കാണിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മളെ വീഡിയോയിൽ ഇതുവരെയായിട്ടും കാണിച്ചിട്ടില്ല. വേറെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുമ്പോ പറയാന്. പിന്നെ നമ്മളെ കല്യാണത്തിന്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒന്നുമില്ല കേട്ടോ. ഓർമ്മയ്ക്ക് അറിയാനൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ സാരി മാത്രമേ സൂക്ഷിച്ചു വെച്ചാണ്. പിന്നെ കല്യാണ ഷർട്ടുകളും ഇല്ല, മുണ്ടില്ല, ഇതിന്റെ ബ്ലൗസ് ഇല്ല, ഒന്നുമില്ല. അല്ലേ അമ്മ? സൽക്കാര സാരി അതാ. സൽക്കാര സാരി അവിടെ സൽക്കാര സാരിയൊക്കെ അമ്മ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടില്ല. ഇതിന്റെ ബ്ലൗസ് ഉണ്ട്. പക്ഷെ ആരോ പറഞ്ഞിട്ട് സാരി എടുത്തിട്ട് കാണാതുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യണം. അപ്പൊ സാരി ഒന്നുമില്ല. ഇപ്പല്ല വില ഉണ്ടാവില്ല. അന്നത്തെ പോലെ അല്ല. എത്ര വർഷമായി? ഒരുപാട് വർഷമായി. ഇത് ഉടുക്കാൻ കൊണ്ടുപോകണം പറയുന്നുണ്ട്. കൊടുക്കല്ലേ? നമ്മളേതായാലും കൊടുക്കില്ല. പിന്നെ എന്തിനാ? ഇത് എത്ര വർഷമായി? 16 വർഷമായി. ഇതിപ്പോ കേടുവന്ന് പോവുക അല്ലാതെ ചുരിദാർ അടിക്കാൻ കൂടി പറ്റൂല. പിന്നെ ഇതാട്ടോ അനിയേട്ടന്റെ കല്യാണ സാരിയാണ്. അനിയേട്ടന്റെ കല്യാണ സാരി അനിയേട്ടൻ വാങ്ങി തന്നതാണ്. ഇതും അതുപോലെ അനിയേട്ടന്റെ കല്യാണത്തിന് എടുത്ത് അവിടെ അടിച്ചു വെച്ചതാണ്. പിന്നെ അത് മേലെ തൊളിച്ചിട്ടില്ല. അങ്ങനെ എടുത്ത് പാടും പാത്തിച്ചു. ഇതിന്റെ ബ്ലൗസ് ഒക്കെ ഇടുന്നുണ്ടോ? ഇതിനൊക്കെ ബ്ലൗസ് അല്ല ഇതിന്റെ ബ്ലൗസ് അവിടെ ഉണ്ട്. നല്ല രസമുണ്ടല്ലോ. ഇത് നിന്നുമോളെ കല്യാണത്തിന്റെ സാരിയാ. ഇതാണെങ്കിലൊക്കെ വർക്കുണ്ട്. ഇത് പിന്നെ കൊടുത്തിട്ടുണ്ട്, ഗുരുവായൂരൊക്കെ കൊടുത്തിട്ടുണ്ട്. പച്ച ബ്ലൗസ് പച്ച ബ്ലൗസ് അടിപൊളിയല്ലമ്മ. അമ്മയല്ലേ തുറക്കലുണ്ടല്ലോ. എവിടെ പോയിട്ടങ്ങള്? ഇവർക്ക് എന്താ പണി? പോയാ അമ്മ പോയോ? തടി കൂടി ബ്ലൗസ് കൊള്ളുണ്ടാവില്ല. ബ്ലൗസ് ആണ് കേട്ടോ. പിന്നെ വേറെ ശരിയാണോ? ഓറഞ്ച് എല്ലാം കളർഫുള്ളാണ്. ലൈറ്റ് കളറുള്ളതൊന്നുമില്ല. ഇതോട് ചുരിദാർ അടിക്കണം. എടുത്തിട്ട് നമ്മള് ഇടായിട്ടാണ്. ആരും ഇടലില്ലല്ലോ. ചേച്ചിമാരൊക്കെ ഇടയ്ക്ക് സന്ധ്യ ആണെങ്കിൽ ഇടും. പക്ഷെ ഇതിന് ആർക്കും ഈ കളറിനോട് ഇഷ്ടമല്ല. ഇത് കുറച്ച് ഉതിപ്പുള്ള കളറായത് കാരണം സിന്ധ്യച്ചിക്കും വലിയ ഇഷ്ടമല്ല. സെറ്റ് സാരി ഒക്കെ ഉണ്ടല്ലേ കുറെ. പിന്നെ സെറ്റ് സാരി ഉണ്ട്. അത് പറഞ്ഞ പോലെ ഒക്കെ ഓരോ ഓട്ടക്കാരികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഉള്ളത് മാത്രമേ പുതിയത് 2 ഉള്ളൂ. ഒന്ന് ഗുരുവായൂർ പോകാൻ വേണ്ടിട്ട് എടുത്തതും ഒന്ന് ഇപ്പൊ ഇന്നലെ എടുത്തതും. പിന്നെ ഏറെ ചുരിദാറല്ലേ ഇടുക. പിന്നെ നമ്മളെ ലാസ്റ്റ് കല്യാണ സാരി. നമ്മളെ കല്യാണ സാരി. എന്നിട്ട് എവിടെ ഇതൊക്കെ അറിയണ്ടല്ലോ. ഇത് കറയല്ല, ഒരു പൊടിയാണ്. പൊടിയുണ്ടല്ലോ. എത്ര വർഷമായി? അന്ന് എത്ര വില ഉണ്ടോ അതിന്? പൊടി പറ്റില്ല. അമ്മീ മറന്നു. മാസ്ക് ഉണ്ടെന്നാലും ഇത് പൊടി പറഞ്ഞ അമ്മയ്ക്ക് തുമ്മലുകൾക്കും അതിലേറെ പ്രശ്നമുണ്ട്. ഇതിന്റെ ബ്ലൗസ് വെച്ചാല് ഒക്കെ പറ്റ പഴകിട്ടോ. അത് ഇത് ശരീരത്തിൽ വെക്കുമ്പോ തന്നെ നമുക്കൊരു മുഖത്ത് ഇത് വേറെ തെളിച്ചുണ്ട്. കണ്ടില്ല? ഇതിക്കൊരു ബ്ലൗസ് പീസ് വാങ്ങിട്ടേ ബ്ലൗസ് അടിച്ചിട്ട് ഇടാം. ഒരു വട്ടം കൂടി എടുത്തിട്ട് പുതിയ ഉണ്ടാവാല്ലേ ബ്ലൗസ്. അതിന് കളർ ബ്ലൗസ് ഈ പുള്ളില്ലേ, ഇതേ ബ്ലൗസ് പീസ് എടുത്തിട്ട് ബ്ലൗസ് അടിക്കാം.
അല്ലേ? പക്ഷെ ഇതൊക്കെ നമ്മൾ കുറച്ചൊരു പ്രാവശ്യം കുറച്ചൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇത് പിന്നെ എടുത്തിട്ടുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. എടുത്ത് നോക്കാം. ഒരു വട്ടം ഇട്ടിട്ടുണ്ട് തോന്നല്. ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇത് അമ്മേന്റെ സെലക്ഷൻ ആണല്ലോ. അമ്മേന്റെ സെലക്ഷൻ ആണ്. ഇജന്റെ അമ്മേന്റെ സെലക്ഷൻ ആണ്. അപ്പൊ ഷെജി എന്താ പറയാ, അമ്മേന്റെ കുടുംബക്കാരാണ് ഷെജി അല്ലേ? പറഞ്ഞ നല്ലൊരു വീഡിയോയില് അമ്മേന്റെ ബന്ധമുണ്ട്. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ കല്യാണം അയക്കണമെന്ന് നോർമൽ കണക്ക് ഉണ്ട്. കണ്ടിട്ട് നമ്മളൊക്കെ ഏതാണെങ്കിലും മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആയി ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി ഞാനല്ലോ പറയണ്ട. കാണുന്ന ആൾക്കാർ കമന്റിൽ പറഞ്ഞോളൂ അല്ലേ? നല്ല രസമല്ലേ കാണാന്? അപ്പൊ മടക്കി അതേപോലെ കൊണ്ടേക്കട്ടോ. നമുക്ക് എന്തെങ്കിലും എടുത്തിട്ട് ഒരു നമ്മള് വീഡിയോ ഉണ്ടല്ലേ? രസമുണ്ടോ അല്ലേ പറയട്ടോ. എന്നിട്ട് ഇതിക്ക് ബ്ലൗസ് വാങ്ങിയിട്ട് കൊടുക്കാം. എത്ര ഉണ്ട്? 5 6 ഉണ്ടല്ലോ ചേച്ചി. 5 6 ഉണ്ടല്ലോ സാരി അല്ലേ? ആ സാരി ഉണ്ട്. പക്ഷെ എനിക്ക് ഒന്നാമത് എന്താ പറയുക, ഇത്രയും വർഷമായിട്ട് അങ്ങനെ സാരി മര്യാദയ്ക്ക് കൊടുക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. ഇന്നലെ എന്തോ ഒരു നേക്കില് കൊടുത്തു പോയതാണ്. അപ്പൊ ആരോന്ന് പറഞ്ഞപ്പോ സാരി കൊടുത്തപ്പോ രസമുണ്ട്. ആരോ കഷ്ടകാലത്തിന് പറഞ്ഞിരുന്നതാണ്. അപ്പൊ പിന്നെ അതന്നെ കൊടുക്കാൻ പഠിച്ചു പോയി. അപ്പൊ എന്നാല് എന്താ തന്നെ കഴിക്കാനുള്ള പറഞ്ഞ? കഴിക്കാൻ ഇന്ന് അപ്പുട്ടേട്ട വന്നപ്പോ ചിക്കനും കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ചിക്കനും കൊണ്ട് ഞാൻ കറി വെച്ചു. പിന്നെ മത്തൻ കറി ചെയ്യുന്നു കേട്ടോ. കടിച്ചത് നിങ്ങൾ കടിച്ചത് തന്നെയല്ലേ? അപ്പോഴാണ് ഇതൊരിക്കലുണ്ടായത്. അപ്പൊ ഞാൻ ക്യാമറമാനായി. വത്തക്ക നമ്മളെ രാത്രിക്കുള്ള ഇത് ഇന്നിട്ട് താട്ടോ. കാരണം ഇത് കഴിച്ച നല്ല സുഖാണ്. അതിന്റെ ഒരു ഒറ്റ കഷ്ണം, ഒരു കഷ്ണം അതിപ്പോ ഓള് കൊണ്ടുവന്നതാ തറവാട്ടിൽ. ഇത് ഇത്ര വലുപ്പമായിട്ട് കടിക്കാൻ കഴിയില്ല. ഇവിടെ ഇങ്ങനെ കുത്ത ചെറിയ കുഞ്ഞോള് കൊണ്ടുവന്നാണേ. പിന്നെ ഇന്ന് കുറെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടോ. അമ്മക്ക് ജ്യൂസ് അടിക്കാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് അപ്പുട്ടാളെയും കൊടുക്കും. അപ്പുട്ടേട്ടൻ കൊണ്ടുവന്നതാണ് ഇത്. ആപ്പിള് കുഞ്ഞോള് കൊണ്ടുവന്നാണ്. പഴണ്ട്, എല്ലാം ഉണ്ട്. ജ്യൂസ് അടിക്കാൻ അമ്മക്ക് തിന്നാൻ വയ്യ. ആദ്യമൊക്കെ പറഞ്ഞാലേ എന്ത് സാധനം കൊണ്ടുവന്നാലും തികയില്ലേന്നു. ഞങ്ങൾക്ക് എല്ലാരും കൊത്തി പറിച്ചിട്ട് തിന്ന എല്ലാം തിന്നു. ആർക്കും വേണ്ട. ഞാൻ എന്റെ വായക്ക് വെക്കൂല. ഈ വത്തക്കേന്റെ ഒരു കഷ്ണം ഒന്ന് തിന്നു, അല്ലാതെ വേണ്ട. പിന്നെ അന്ന് ചെറുതായിട്ടൊരു പനി തലവേദന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഉച്ചക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു വിഷമം. അത് മൈൻഡേക്കില്ല. ആയിക്കട്ടി വലിയ സൂക്കടല്ലേ. അമ്മയ്ക്ക് ഇത് ആലോചിക്കുമ്പോ നമ്മളെ സൂക്കടൊന്നും അല്ലല്ലോ. അപ്പൊ അത് മൈൻഡേക്ക് അത് പോലെ. നമ്മൾ ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ആൾക്കാർക്ക്. നമ്മള് കുക്കിങ് അതാണ് നമ്മള് ചെയ്യാൻ ഇങ്ങനെ മടിക്കണത്. നമ്മള് എന്താന്ന് വെച്ചാല് ഉള്ളത് ഇപ്പൊ എന്താ, എന്നിപ്പോ ചിക്കൻ മട്ടൺ നമുക്ക് അതൊക്കെ മാസത്തിലോ ആഴ്ചയിലോ ഒരിക്കലേ പറ്റുള്ളൂ. മീന് പിന്നെ അത് നമ്മളത് നാടൻ തന്നെയാണ്. നാടൻ സാധനങ്ങളൊക്കെ നമ്മളത് കഴിക്കലേ. നമ്മള് മലപ്പുറം എന്നൊക്കെ പറഞ്ഞു കൂടുതലായിട്ട് നമ്മള് വിഷം അടിച്ച് കയറ്റുന്നു. അത് മാത്രല്ല, ഇപ്പൊ ഇന്നിപ്പോ നമ്മള് മലപ്പുറം എന്താ ഞാൻ അടയില വെച്ചിരുന്നു പൂവടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് സത്യം പറഞ്ഞാല് ഇലയില് വെച്ചിട്ട് അങ്ങനെയാണ് അട ഉണ്ടാക്കല്. ശർക്കരയും തേങ്ങയും കൂടി ഇലയില് പരത്തിയിട്ട് അതിന് ഞങ്ങൾ പൂവടാന്നിട്ടാ പറയാ. പക്ഷെ എനിക്ക് കൊറേ ആള് കമന്റ് ചെയ്തിട്ടുണ്ട്, എന്താ ഇതെന്താ അടയാണ്, നിങ്ങൾ അട കണ്ടിട്ടില്ലേ, അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരോട് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുന്നുള്ളൂ. നമ്മള് അങ്ങനെയാണ് ചെയ്യല് കേട്ടോ. അപ്പൊ നമ്മളെ ഇല്ലായി ഇത് അല്ല, അങ്ങനെയാണ് നമ്മള് ഉണ്ടാക്കല്. അപ്പൊ നമ്മളെ സ്റ്റൈൽ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ സ്റ്റൈലാണ് നമ്മള് ചെയ്യല്. നമ്മള് ഭർത്താളത് നമ്മള് കുക്കിംഗ് പഠിച്ചിട്ടില്ല. അല്ലെ കുക്കിംഗ് അല്ല. അപ്പൊ നമ്മളെ സ്റ്റൈലാണ് നമ്മള് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയാണ് കഴിക്കല്. അതുകൊണ്ട് നമ്മള് പണ്ട് പോന്ന് ശീലിച്ചു പോകുന്നത് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്തു. പിന്നെ വലിയ വലിയ സാധനമൊക്കെ നമ്മളെന്താ വെച്ചാൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ കേടാണ്. ഇപ്പൊ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടാ? അമ്മയ്ക്ക് ഓരോരുത്തർ കൊണ്ടു തരുന്നതും പിന്നെ സന്തോഷേട്ടന് അമ്മയ്ക്ക് കൊണ്ടുവരുന്നതും അമ്മയ്ക്ക് കൊടുക്കുമ്പോ അപ്പൊ ബാലൻസ് വരുന്നത് ഞങ്ങള് തിന്നു പോണതുമാണ്. അല്ലാതെ നമ്മൾ ഇതൊന്നും
അങ്ങനെ കൊണ്ടിട്ടില്ല. തിന്ന് ജീവിക്കണവരല്ല. നമ്മള് സാധാ ഈ ചോറും കഞ്ഞിയും മാത്രാണ്. അല്ലാതെ നമുക്ക് പഴം തിന്നിട്ടോ കൊറേ ഫ്രൂട്ട്സ് തിന്നിട്ടോ മുട്ട തിന്നിട്ടോ പാല് ഇതിങ്ങനെ കേടായിട്ട് കഴിക്കില്ല. സാധാ ചോറും വേറും ടൗണിലൊക്കെ പോകുമ്പോൾ മേടിച്ചോണ്ടിരും. അതപ്പൊ തന്നെ ജ്യൂസ് അടിക്കാൻ കഴിയും. കൊറേ ആളിങ്ങനെ കമന്റ് എഴുതുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. എന്താ വേണ്ടത്? അമ്മയ്ക്ക് ജ്യൂസ് അടിച്ചത് അമ്മ ചോദിച്ചോട്ടോ. അമ്മയ്ക്ക് ഒന്നും വേണ്ട എന്നാ പറഞ്ഞത്. ഒന്നും വേണ്ട. പിന്നെ നാളെ ചിക്കൻ അവിടെ ചിക്കൻ കാണിച്ചില്ല. ചിക്കൻ സാധാ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രിക്ക്. ഇത് ബാക്കിയാവും. എന്നാലും ഞങ്ങൾ രാവിലത്തെ ഒരു ചായക്ക് ദോശയ്ക്കോ എന്തിലേക്കോ ഉണ്ടാവും ബാക്കി. അപ്പൊ എന്താ പറയാ, ഇനി പുതിയ വിശേഷമായിട്ട് നാളെ വരാം. എല്ലാവർക്കും സിന്ധിച്ചും പോയില്ലേ മറ്റേച്ചും പോയി. അപ്പൊ നാളെ കാണാട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.